ഹ്യൂമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിനായിട്ടുണ്ടായിരുന്ന സൈനിങ്. അതേപോലെ തന്നെ സ്റ്റീഫൻ പിയേഴ്സൺ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ്, ഇഷ്ഫാഖ് അഹമ്മദ്, മെഹ്താബ് ഹുസൈൻ, അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ്, ഒരു വമ്പൻ ഒരു നിരയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അന്നത്തെ 2014 കാലഘട്ടം എന്ന് പറയുന്നത്. നമുക്ക് ഓർക്കാൻ കൂടി പറ്റാത്ത തരത്തിലുള്ള ഒരു വൈബായിരുന്നു. കാരണം സച്ചിന്, ഡേവിഡ് ജെയിംസ്, ഇയാൻ ഹ്യൂം, സ്റ്റീഫൻ പിയേഴ്സണ്, അങ്ങനെയുള്ളൊരു സീസണായിരുന്നു 2014 കാലഘട്ടം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അന്നൊക്കെയുള്ള കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇരുന്ന് പോകും. ഇപ്പോഴത്തെ പോലെയല്ല. അന്ന് ഓരോ കളി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തലേന്നും അതിൻ്റെ പിറ്റേന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് കിടന്ന് ഉറങ്ങേണ്ട ഒരു ടൈം. എത്ര കൊല്ലം, 10 കൊല്ലം ബാക്കിക്ക് പോയില്ല. എത്ര പെട്ടെന്നാണ് 10 വർഷങ്ങളൊക്കെ കഴിഞ്ഞത്, 2025 എത്തി. അപ്പം അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലായിരുന്നു 2014 ഫുട്ബോൾ. ആ മഞ്ഞ ജേഴ്സി ഇട്ടുകൊണ്ട് സച്ചിനൊക്കെ ഗാലറിയിൽ ഇരുന്നിട്ട് ആ ഗോളൊക്കെ അടിക്കുമ്പോഴുള്ള ആ ഒരു പവർ. അപ്പോൾ അങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അന്ന് സെമി ഫൈനലിലേക്ക് എത്തിയത്. സെമി ഫൈനലിൽ നമുക്കറിയാം 3-0 ചെന്നൈയിൻ എഫ് സിനെ പരാജയപ്പെടുത്തി. സെക്കൻഡ് ലെഗ് എന്ന് പറഞ്ഞാൽ വമ്പൻ കളി. അത് ലീഡ് അവർ തിരിച്ചു പിടിച്ച് ഡ്രോ ആയി, സമനിലായിട്ട്. അങ്ങനെ എക്സ്ട്രാ ടൈമൊക്കെ കളി പോയി. എല്ലാവരും നെഞ്ചിടിച്ച് നിൽക്കേണ്ട ഒരു ടൈമാണ് ആ ഒരു സമയം എന്ന് പറഞ്ഞു വെച്ചാൽ. പക്ഷേ പെട്ടെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വലത് വിങ്ങിൽ കൂടെ ഒരു പാസ് വന്നിട്ട് സ്റ്റീഫൻ പിയേഴ്സിന് ആ പാസ് കിട്ടിയത്. പിയേഴ്സിന് 1-2 ആൾക്കാരെ ഡ്രിബിൾ ചെയ്തിട്ട് പോസ്റ്റിൻ്റെ ഇടതുമൂലയിലേക്ക് ആ പോസ്റ്റ് പായിക്കുമ്പോൾ ആ ഗോൾ വല തുളച്ച് കയറിയ നിമിഷം ഉണ്ടല്ലോ, 117-ാമത്തെ മിനിറ്റ് ആയിരുന്നു അത്. അന്നുണ്ടായ ഒരു ആരവവും ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലേക്ക് എത്തിയിട്ടുള്ള ആ ഒരു നിമിഷങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ